ഹായ്, ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി, കൊഞ്ച് ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇപ്പോൾ കറണ്ടില്ല, ഞങ്ങൾ എന്താ പറയുക, ഫോണിൻ്റെ ടോർച്ച് അടിച്ചിട്ടാണ് അപ്പോൾ എടുക്കണേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രം നിങ്ങളോട് പറഞ്ഞാൽ മതില്ല. അപ്പോൾ ദമ്മ് എല്ലാം സെറ്റ് ചെയ്തേക്കുക. അപ്പോൾ അതൊന്ന് സെറ്റാവട്ടെ, നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, ദമ്മ് ചെയ്തേക്കുക. ഇനി കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, ഇതേ നമ്മളെ ബിരിയാണി റെഡി ആട്ടോ. എനിക്കിന്ന് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. കൊഞ്ച് ബിരിയാണിയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ കറണ്ട് പോയി. എനിക്ക് സത്യം, നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ? ആ ഒരു ചിരിയാട്ടോ എന്നിലിപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. നമ്മളിതാ കറണ്ട് പോയി. ഞാനിതാ എൻ്റെ മോക്ക് കൊടുക്കട്ടെ. മതി. അമ്മയുടെ പ്ലേറ്റ് എടുക്ക്. കേൾക്കണോ പ്രിയ കൂട്ടരെ, തനു വെച്ച ചിക്കൻ അല്ലല്ലോ, കൊഞ്ച്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മക്കളെ ലൈവിൽ, സത്യമായിട്ട് ഞാനിന്ന് കൊഞ്ച് ബിരിയാണി വെക്കുമെന്ന്. അപ്പം നിങ്ങൾ വിചാരിച്ച് ഞാൻ വെറുതെ പറഞ്ഞതാണ്. കണ്ടോ, സൂപ്പറാണേ. ഞാനിനി തൈര് ദേവൂട്ടിക്ക് കൊടുക്കട്ടെ. എനിക്കും വിളമ്പിയിട്ടുണ്ട്. സത്യം പറഞ്ഞു വെച്ചാൽ ദമ്മ എടുത്തപ്പോൾ തന്നെ ഞാനിങ്ങനെ എല്ലാം മിക്സഡ് ആക്കുമ്പോൾ ദേവ് വന്ന് അമ്മ ഒന്ന് ഇച്ചിരി തന്നെ പറഞ്ഞു കൊതിച്ച് പാറ്. എന്നിട്ട് കഴിച്ചു. എന്നാൽ പറയും സൂപ്പറാമേ. എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പം ഞങ്ങൾ കഴിക്കുകയാണ്. കൈ മാറ്റി കൊടുത്തൊന്ന് മറിച്ച് വെക്കുന്നത്. കഴിച്ചു തുടങ്ങിക്കോ. കൊഞ്ച് അപ്പം സൂപ്പറാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അടിപൊളിയാണ്. ഇങ്ങനെ ബിരിയാണിയൊക്കെ ഞാൻ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുള്ളൂ. സത്യം പറയാന്ന് വെച്ചാൽ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും. എന്നുവെച്ചാൽ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. ഭയങ്കര സന്തോഷമായിട്ടോ, ഭയങ്കര സന്തോഷം. സത്യം, അടിപൊളി ബിരിയാണിയാണ്. സത്യം. മുല്ലപ്പൂവൊക്കെ ഇന്നത്തെ ഇവിടെ ഉണ്ടേ. എങ്ങനെയുണ്ട് ദേവു? അടിപൊളി. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.